വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മളിപ്പോൾ മാൻ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സൈനിങ് നടത്തി ഗൈസ്. സെക്കു കൊന്നെ മാലിയിലെ പ്ലെയറാണ്, ആഫ്രിക്കൻ രാജ്യമായ മാലിയിലെ പ്ലെയറാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഗുഡേറസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഏതാണ്ട് 1 മില്യൺ ആണ് നമ്മൾ കോനേനെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് യൂട്യൂബ് കോംസ് കണ്ടു. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെ അടുത്ത യായ ടൂറെ റീജൻ. ഓഫ് കോഴ്സ് നമ്മുടെ ഫാൻസൊക്കെ ഇവനെ ഹൈപ്പ് ചെയ്യാൻ തുടങ്ങി. എന്തോ സംഭവമാണ് വരാൻ പോകുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. നോ ഐഡിയ ഗൈസ്, നോ ഐഡിയ. ഇവൻ്റെ ഹൈറ്റ് തന്നെ എന്താണെന്ന് നോക്കിയിട്ട് ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അടിച്ച് നോക്കിയാൽ മതി. പലതരത്തിൽ തന്നെയാണ് ഹൈറ്റ് തന്നെ കാണിക്കുന്നത്. ചിലയിടത്ത് 1.80 എന്ന് കാണിക്കുന്നു, ചില സ്ഥലത്ത് 1.76 എന്ന് കാണിക്കുന്നു. അപ്പോൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഇവനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷെ അപ്പാരൻ്റ്ലി ഈ സ്കൗട്ടിങ് ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല പൊട്ടൻഷ്യലുള്ള RB സാൽസ്ബർഗ് പോലത്തെ ക്ലബ്ബുകളൊക്കെ അവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലെയർ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറെയാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ തലവനായ ക്രിസ്റ്റഫർ വിവലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പുള്ളിക്കാരൻ സാൽസ്ബർഗിലും അതുപോലെ RB ഗ്രൂപ്പുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റേതായ ഒരു വർക്ക് ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ല ബോൾ പ്ലേയിങ് ഒരു പ്ലെയറൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഒരു പോഗ്ബ കാൻ്റെ ഹൈബ്രിഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അണ്ടർ 17 കളിക്കുന്ന പോലെയല്ല സീനിയർ ഫുട്ബോൾ കളിക്കുന്നത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചിഡോ ഒബി മാർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വരട്ടെ, വന്ന് കുറച്ച് മത്സരങ്ങൾ കളിച്ച് നോക്കട്ടെ, അതിന് ശേഷം മാത്രം നമുക്ക് പറയാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഉഗാർട്ടെ വരുന്നു, അടുത്ത മണിക്കൂറുകളിൽ നടക്കും, ദേ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം സെറ്റാവും എന്നുള്ള വാർത്തയാണ് എല്ലാ ദിവസവും കേൾക്കുന്നത്. പലവിധ ജേർണലിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വാർത്ത ഇട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ വിറ്റതിന് ശേഷം നടപടി ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻജോയുടെ കാര്യമാണ്. ഇപ്പോൾ സാൻജോയ്ക്ക് വേണ്ടി യുവൻറ്റസിന് സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ആ വാർത്ത വന്നിരുന്നു. അപ്പോൾ അവരേതാണ്ട് 40 മില്യൺ ഡീലിനാണ് നോക്കുന്നത്. അപ്പോൾ സാൻജോനെ വിറ്റ് കഴിഞ്ഞാലായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഉഗാർട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഉഗാർട്ടെ ഡെഫിനറ്റ്ലി വരും. ആ കാര്യം ഇറ്റ്സ് എ മാറ്റർ ഓഫ് വെൻ. അത്ര മാത്രമേ ഉള്ളൂ. എപ്പോൾ വരും എന്നുള്ള കാര്യം മാത്രമാണ് അറിയാത്തുള്ളൂ. ബാക്കി കാര്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വളരെ വളരെ അടുത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഉഗാർട്ടയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കോൾസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണത് പറയുന്ന ഒരു കാര്യം ആക്ച്വലി ഫാക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ബ്രെയിനുള്ള ഒരു മിഡ്ഫീൽഡറെ അല്ലേ. ഉഗാർട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫ്രെഡ് ടൈപ്പ് പ്ലെയറാണ്. ഓടി നടന്ന് ഡിഫെൻഡ് ചെയ്യും, അങ്ങനത്തെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള മിഡ്ഫീൽഡേഴ്സാണ്. എൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ബ്രൂണോ കളിക്കും. ബ്രൂണോയ്ക്ക് കോൺട്രാക്റ്റ് കൊടുത്തു. ബ്രൂണോ ഡെഫിനറ്റ്ലി കളിക്കാൻ പോകും. ബ്രൂണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കളി ഇത് എക്സാക്ട്ലി സ്കോൾസ് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ബ്രൂണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ടെമ്പർ ഇടയ്ക്ക് വിട്ടുപോകും, പുള്ളി ഭയങ്കര റഫാകും. പക്ഷേ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ഫിഗറാണ് മിഡ്ഫീൽഡിൽ. കളി ഒന്ന് സ്ലോ ആക്കാനും അതുപോലെ തന്നെ ഗെയിം കൺട്രോൾ ചെയ്യാനും എന്തെങ്കിലും ഇത് കാം ഡൗൺ ഒരു 10-15 മിനിറ്റ് നമുക്ക് പൊസിഷൻ കീപ്പ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ മൈൻഡ് സെറ്റുള്ള ഒരു പ്ലെയർ, ഒരു സുബമെൻറ്റി ടൈപ്പ് പ്ലെയർ എന്ന് തന്നെ എക്സാക്ട്ലി എടുത്ത് പറഞ്ഞു. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരിക്കലും ഉഗാർട്ടയ്ക്ക് സാധിക്കില്ല. അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത്. പിന്നെ അത്ര പ്രസ് റെസിസ്റ്റൻ്റ് അല്ല. പക്ഷേ ഡിഫെൻസീവ് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ആൾ മോൺസ്റ്ററാണ്. അതുപോലെ തന്നെ ലോങ് പാസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ആൾ അടിപൊളിയാണ്. അപ്പോൾ ഉഗാർട്ടെ ഡീല് നടന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ആണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മൾ ലിങ്ക് ആയ ഒരു ലെഫ്റ്റ് ബാക്കാണ് കഡിയോഗ്ലു, ടർക്കിയുടെ താരം. നല്ലൊരു ലെഫ്റ്റ് ബാക്കാണ്. കഴിഞ്ഞ യൂറോ കപ്പിലൊക്കെ നല്ല ബുദ്ധിപരമായിട്ടുള്ള കളിയൊക്കെയാണ് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആസ് വി സെഡിൻ്റെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഈ തവണ ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യില്ല. ആ പ്ലെയർ പോകാൻ പോകുന്നത് ബ്രൈറ്റണിലേക്കാണ്. അവർ മിക്കവാറും മറച്ചു വെക്കാൻ പോകുന്ന മിക്കവാറും വല്ല 70-80 മില്യണൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി താരങ്ങൾ ഒരേ സമയം സൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ തന്നെ ഒരു 4-5 പ്ലെയറാണ് നമ്മളിപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ അടുത്ത വിൻഡോ ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും നമുക്ക് ആ ഒരു ഏരിയയിലും ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.